Hi guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ് ഹോൾ വീഡിയോ ആണ്. ഡ്രസ് മാത്രമല്ല കേട്ടോ, ഫുഡ് വെയറും ഉണ്ട്. ഒരു ഹോൾ വീഡിയോ ആണ്. ആമസോണിൽ ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് വിന്ററിന് പറ്റിയ ഡ്രസ്സുകളും പിന്നെ ഒരു വെഡിങ് ഗസ്റ്റിനൊക്കെ പോകാൻ പറ്റുന്ന ഡ്രസ്സും പിന്നെ ഒരു കാഷ്വൽ വെയറും അങ്ങനെ കുറച്ച് സാധനങ്ങൾ റാൻഡം ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ടൈം കളയാണ്ട് ഓരോ പ്രോഡക്ട്സും എന്തൊക്കെയാണെന്ന് കാണാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അധികം ടൈം കളയാണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വന്നിട്ട് ഒരു ഷോർട്ട് ടോപ്പ് ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളർ ടോപ്പാണ്. യെല്ലോ ആണ്, മസ്റ്റേർഡ് യെല്ലോ കളർ ടോപ്പാണ്. ആക്ച്വലി ഇതൊരു റയോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ടോപ്പാണ്. അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു നെക്ക് പോർഷനിൽ വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത്. ഭയങ്കര സുഖമാണ് ഇത് ഇടാനായിട്ട്, നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ അതുപോലെ 3/4 ആണ് സ്ലീവ്സ് വന്നിട്ട്. സ്ലീവ്സിന്റെ ഈ അറ്റത്തായിട്ടും എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയാ, ഞൊരി വിട്ടിട്ടാട്ടോ തയ്ച്ചേക്കുന്നത്. അപ്പൊ ഈ അധികം വയറുള്ളവർക്ക് പിന്നെ അതുപോലെ പ്രഗ്നന്റ് ആയവർക്കൊക്കെ ഒരു അത്യാവശ്യം ഒരു 3-4 months ഒക്കെ വരെ ഒരു കുട്ടി വരൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ടോപ്പാണ് കേട്ടോ. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ വിടർന്നിരിക്കുന്ന ടൈപ്പ് ടോപ്പാണ് ഇത്. ലാർജ് ആണ് സൈസ് വന്നിട്ട്. പക്ഷെ എനിക്ക് ആക്ച്വലി നല്ല രീതിയിൽ ഒന്ന് ഇത് എന്താ പറയാ തയ്ക്കേണ്ടി വന്നു കേട്ടോ, ഷേപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചത് പൊതുവെ ഞാൻ ലാർജ് എടുത്തു കഴിഞ്ഞാൽ ആമസോണിൽ ലാർജ് എടുത്താൽ എനിക്ക് കറക്റ്റ് ആവാറുള്ളത്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ എടുത്ത എല്ലാം കുറച്ച് ലൂസായിരുന്നു. എല്ലാം എനിക്ക് ഷേപ്പ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പം ഇതിന്റെ 3 ഷെയ്ഡ്സ് ഉള്ളത്. ബ്ലാക്ക് ഉണ്ടായിരുന്നു, യെല്ലോ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി ബ്ലാക്ക് ഞാൻ എല്ലാ ടോപ്സും എൻ്റെ ബ്ലാക്ക് ആണ്, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്കിലേക്ക് പോവാഞ്ഞത്. പിന്നെ പിങ്ക് പൊതുവെ എനിക്ക് അങ്ങനെ, ഞാൻ ഓൾറെഡി ഒരു ഡ്രസ്സ് എടുത്തേക്കുന്ന പിങ്ക് ആണ്, അപ്പോൾ എനിക്ക് എല്ലാം പിങ്ക് എടുക്കണം എന്ന് താല്പര്യം ഉണ്ടായില്ല. പിന്നെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മസ്റ്റേർഡ് യെല്ലോ. അപ്പം എനിക്കാണെങ്കിൽ ടോപ്സിൽ എനിക്ക് ഈ ഒരു കളർ ടോപ്പ് ഇല്ല, അതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തത്. അതുപോലെ തന്നെ റൗണ്ട് നെക്കാണ്, അതും ഭയങ്കര ഡീപ്പ് റൗണ്ട് ഒന്നും അല്ല, സാധാ നമ്മളുടെ റൗണ്ട് നെക്കാണ്. പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഇതിന്റെ. അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയാ, ഒരു അഭംഗിയോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്സോ അങ്ങനെ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നെക്കൊക്കെ തയ്ച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ടോപ്പ്. ഈ ഒരു ടോപ്പിന്റെ റേറ്റ് വന്നിട്ട് 550 rupees ആണ് കേട്ടോ. പക്ഷെ ആ ഒരു റേറ്റിനാണെങ്കിലും നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു വൂളൻ ക്യാപ്പാണ്. ആക്ച്വലി എനിക്ക് ഈ ഒരു ക്യാപ്പ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഒരു ക്യാപ്പിന്റെ ഡിസൈൻ എനിക്ക് പണ്ടേ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്നേ വരെ ഞാൻ മേടിച്ചിട്ടില്ല. അപ്പൊ ഇപ്പോൾ എനിക്ക് മേടിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴേക്കും ഞാൻ മേടിച്ചതാണ്. ഇങ്ങനെ നെക്സ്റ്റ് മന്ത് തൊട്ട് വിന്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വിന്റർ സീസണിന് വേണ്ടിയുള്ള കുറേ വെറൈറ്റീസ് ആമസോണിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്യാപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളിവിടെ അത്ര തണുപ്പില്ലെങ്കിലും ഈ ഡിസംബർ ടൈമിലൊക്കെയാണല്ലോ കൂടുതലും ട്രിപ്പൊക്കെ പോകുന്നത്. എല്ലാവരും ആ ഒരു തണുപ്പുള്ള സമയത്ത് പോകാൻ പറ്റിയ ടൈമാണ്. അപ്പൊ ഞങ്ങളും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രിപ്പിന് ശരിക്കും ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാട്ടോ ഇത് മേടിച്ചത്. ആൻഡ് എവിടെ ട്രിപ്പ് എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾ വഴിയെ കണ്ടോളൂ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ മേടിച്ചത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 399 ആണ്. ആൻഡ് ഇത് കുറച്ച് വലുതാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇതിങ്ങനെ മടക്കി മടക്കി വെച്ചിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാപ്പാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പ്രൊഡക്റ്റ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് മേടിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്, ബൂട്ട്സ്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ബൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഷോപ്പിലൊക്കെ പല പ്രാവശ്യം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര റേറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ആമസോണിൽ എനിക്ക് നല്ലൊരു ഡീൽ വന്നപ്പോഴേക്ക് ഞാൻ വേഗം എടുത്തു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പൊതുവേ ഓൺലൈനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ചെരുപ്പുകൾ, ഷൂസ് അതൊക്കെ ഞാൻ ഓൺലൈൻ എടുക്കാൻ എനിക്ക് കുറച്ച് പേടിയായിരുന്നു. കാരണം എൻ്റെ സൈസ് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ സൈസ് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ടാണ് ഈ ഒരു ബൂട്ട്സ് എടുത്തത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 399 rupees ആണ്. അപ്പൊ ഞാൻ ഒന്നും നോക്കില്ല, വേഗം എടുത്തു. ആൻഡ് നല്ല മെറ്റീരിയൽ ആണ്, നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ
ഇതിൽ ഇവിടെ സൈഡിലായിട്ടൊരു ബക്കിൾ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ബക്കിൾ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ലേസ് വന്നേക്കുന്നതാണ്. എനിക്ക് പൊതുവേ ലേസ് ഉള്ള ഷൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൻഡ് അയ്യോ സോറി. അതുപോലെ തന്നെ ഇവിടെ സിബ് വന്നിട്ടുണ്ട് കണ്ടോ. സൈഡില് സിബാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിബാണ്. പിന്നെ ഭയങ്കര ഹീലൊന്നും ഇല്ല കേട്ടോ, കാണുമ്പോഴുള്ള ഹീലേ ഉള്ളൂ. പക്ഷെ ഇടുമ്പോഴേക്ക് നല്ല പെർഫെക്റ്റ് ആണ്, അത്ര ഹീൽസ് ഒന്നും അല്ല. നല്ല മെറ്റീരിയലും നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ കുഷ്യൻ പോലത്തെ ടൈപ്പാണ്. അപ്പം നമുക്ക് കാലൊന്നും അങ്ങനെ വേദന ഒന്നും എടുക്കുന്നില്ല. അപ്പം നല്ല രസമാണ്. ഇട്ടിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ബൂട്ട്സ്. ഇതിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ പർച്ചേസ് ചെയ്തതിൽ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ചെരുപ്പട്ടോ. ചെരുപ്പല്ല, ഷൂസ്, ബൂട്ട്സ്. അയ്യോ എനിക്കിത് എത്ര കണ്ടിട്ടും എത്ര ഇട്ടിട്ടും എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് എൻ്റെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു കുർത്തി സെറ്റാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ആ ഷോർട്ട് ടോപ്പ് പിങ്ക് എടുക്കാതിരിക്കാനുള്ള കാരണം ഞാൻ ഓൾറെഡി ഒരു കുർത്തി സെറ്റ് പിങ്ക് കളർ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മറ്റേ മസ്റ്റേർഡ് എല്ലാം ആക്കിയത്. അപ്പോൾ ഇതാണ് ആ ഒരു കുർത്തി കേട്ടോ. ഓ, ഈ ഒരു കുർത്തി എന്തൊരു ബ്രൈറ്റ് കളറാന്ന് അറിയാം. അതുപോലെ തന്നെ ഇങ്ങനെ വി നെക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ചിങ് പോയിട്ട് നമുക്കിവിടെ ടൈ വന്നിട്ട് നമുക്ക് നോട്ട് ഇട്ട് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ഈ ഒരു കെട്ടാണെങ്കിൽ നല്ല ഭംഗിയിലാട്ടോ ചെയ്തേക്കുന്നത്. പിങ്കും വൈറ്റും കൂടെ വന്നിട്ടുള്ള രീതിയിലാണ് സൈഡിൽ കെട്ട് വന്നേക്കുന്നത്. ആൻഡ് ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇതൊരു കോട്ടൺ കുർത്തിയാണ്. ആൻഡ് ഇത് ഒരു പെയിന്റ് ചെയ്തേക്കുന്ന വർക്കാണ് കേട്ടോ, ഫുൾ വർക്കാണ്. ഇത് താഴെയൊക്കെ കാണിച്ചിട്ട് താഴെയൊക്കെ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് സ്ലീവ്സ് വന്നിട്ട് 3/4 എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ എൽബോന്റെ അത്രേ ഉള്ളൂ കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ താഴത്തെ നമ്മളുടെ ഈ കുർത്തിയുടെ അടിയിലത്തെ വർക്ക് പോലെ തന്നെയാണ് സ്ലീവ്സിലും വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു വർക്കും കൂടെ ഉണ്ട്. ആൻഡ് ഇതിന്റെ കൂടെ നമുക്ക് ബോട്ടം കൂടെ അവൈലബിൾ ആണ്. എലാസ്റ്റിക് ഇത് വേസ്റ്റ് വന്നിട്ടുള്ള ബോട്ടം. പിന്നെ ഒരു എന്താ പറയാ, സാധാ ഒരു ചുരിദാറിന്റെ ബോട്ടം തന്നെയാണ് കേട്ടോ. വലിയ എന്താ പറയാ, നമ്മുടെ പെൻസിൽ ബോട്ടം അങ്ങനത്തെ ടൈപ്പ് അല്ല, സാധാ നമ്മുടെ ചുരിദാറിന് സ്റ്റിച്ച് ചെയ്യുന്ന ടൈപ്പ് ബോട്ടം. കുറച്ച് വലിയ രീതിയിൽ കാലിൻ്റെ അവിടെ കുറച്ച് വലിയ രീതിയിൽ തയ്ച്ചേക്കുന്നേ ഉള്ളൂ. പലാസോ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും പലാസോ രീതിയിൽ ഇടാം. പക്ഷെ ഈ ഒരു ബോട്ടം മാത്രമായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു ടോപ്പിന്റെ ഒപ്പം കുഴപ്പമില്ല, അത്ര കട്ടിയുള്ള മെറ്റീരിയലൊന്നും അല്ല, നമുക്ക് നല്ല രീതിയിൽ നൈസ് അടിക്കുന്ന ടൈപ്പാണ്. അപ്പൊ ഇത് മാത്രമായിട്ട് ടോപ്പ് ഇട്ട് ഒന്നും പെയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കുർത്തീസിന്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്യാനായിട്ട് നല്ലത്, വേറൊരു കളർ ബ്ലൂവിന്റെ ഒപ്പം ഒക്കെ ഈ ഒരു ബോട്ടം വെച്ച് പെയർ ചെയ്യാൻ നല്ലതാണ്. ആൻഡ് എനിക്ക് ഈ ഒരു കുർത്തി ആണെങ്കിലും നമുക്ക് സിൽവർ, ഇപ്പം ഞാൻ ചെയ്തേക്കുന്നതാണെങ്കിലും സിൽവർ ജ്വല്ലറി വെച്ചിട്ടാണ് പെയർ ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിൽവർ ജ്വല്ലറി വെച്ച് പെയർ ചെയ്തിട്ട്. പിന്നെ ഈ ഒരു കുർത്തി സെറ്റ് വന്നിട്ട് നമുക്ക് ഈ കല്യാണത്തിന്റെ തലേദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ. നല്ല എടുപ്പായിരിക്കും, ഫോട്ടോസിലൊക്കെ നല്ല ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്തിരിക്കും, അങ്ങനത്തെ ടൈപ്പ് കുർത്തി സെറ്റ് ആണ് ഇത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 399 ആണ് കേട്ടോ, 399 റുപ്പീസ് ആണ്. ഞാൻ ഈ ഒരു കുർത്തിയുടെ സൈസ് വന്നിട്ട് ലാർജ് ആണ്, പക്ഷെ ഇത് എനിക്ക് കുറച്ച് ലൂസാണ് കേട്ടോ. പിന്നെ ഇത് ഷേപ്പ് ചെയ്യണം, ഞാനത് ഷേപ്പ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ ഈ നോട്ട് ഉള്ളത് കാരണം ബാക്കിൽ ടക്ക് ഇടാനേ പറ്റത്തുള്ളൂ, സൈഡിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിന്റെ അവിടെ കുറച്ച് അഭംഗിയായി പോകും. നല്ല ക്വാളിറ്റി ഉള്ള കുർത്തി സെറ്റ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചൊരു കുർത്തി സെറ്റാണ്. എനിക്ക് പിക്ചർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. പക്ഷെ പിക്ചറിൽ കണ്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ച കുറച്ചും കൂടി ഒരു തിന്നായിട്ടുള്ള മെറ്റീരിയലാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. വണ്ണം ഉള്ളവർക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വണ്ണം തോന്നിക്കോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇത് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് വണ്ണം തോന്നിക്കുന്ന പോലെ തോന്നി, കാരണം ഒതുങ്ങി കിടക്കില്ല. ഇതിങ്ങനെ കോട്ടന്റെ ആയതുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് എന്താ പറയുക പപ്പടം പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ ഈ പലക്കൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് ഉടയോട്ടോ. കാരണം ഞാൻ അങ്ങനെ നമ്മുടെ സ്റ്റാർച്ച് ഒന്നും മുക്കി അങ്ങനെ അലക്കാറില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ അലക്കി കഴിയുമ്പോഴേക്കും ഇതൊന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷെ സ്റ്റാർച്ച് മുക്കിയിട്ട് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ സ്റ്റിഫായിട്ടില്ല. അതുപോലെയാണ് ഇതിന്റെ മെറ്റീരിയൽ. എനിക്ക് തോന്നുന്നു സ്റ്റാർച്ച് ഒരു മുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പ്രൊഡക്റ്റ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു സ്വെറ്റ് ഷർട്ട് ആണ് കേട്ടോ. ആക്ച്വലി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്വെറ്റ് ഷർട്ട് ആണ്. പൊതുവെ എനിക്ക് ഇങ്ങനത്തെ ഹുഡി ടൈപ്പുള്ള ടീഷർട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ
ഒന്നോ രണ്ടോ എന്താണ്ട് ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നേവി ബ്ലൂ കളറാണ്. ഞാൻ ഇത് എക്സൽ ആണ് എടുത്തത്, കുറച്ച് വലുതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇങ്ങനത്തെ ക്യാപ്പൊക്കെ ഉള്ള ടൈപ്പാണ് കേട്ടോ. കണ്ടോ, ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രേ കളറാണ്. അപ്പൊ തന്നെ നമുക്കിത് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ, ഈ ഒരു ബ്ലൂവിന്റെ ഒപ്പം നല്ല രീതിയിൽ കോൺട്രാസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ഗ്രേ ഷെയ്ഡ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ ഒരു ടീഷർട്ടിൽ ഇവിടെ ഇത്രയും ഭാഗം നമുക്ക് ഫുൾ പെയിന്റ് ചെയ്തേക്കുന്ന രീതിയിൽ ആണ് കേട്ടോ. പെയിന്റ് ആണ് ഇത് ചെയ്തേക്കുന്നത്, നല്ല രീതിയിൽ വർക്ക് വന്നേക്കുന്നതാണ്. അതുപോലെ നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ കിടക്കുന്നത്. നമുക്കങ്ങനെ വണ്ണമൊന്നും തോന്നിക്കത്തില്ല, നല്ല ഷേപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സ്വെറ്റ് ഷർട്ടാണ്. ആൻഡ് സ്ലീവ്സ് ആണെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവിൻ്റെ അറ്റത്ത് കണ്ടത് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. നമുക്കിവിടുത്തെ ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള രീതിയിലാണ് രണ്ട് സ്ലീവ്സിലും വന്നേക്കുന്നത്. ആൻഡ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. പിന്നെ ഇവിടെ രണ്ട് ഇതേപോലത്തെ രണ്ട് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയിൽ നമുക്ക് ഈവൻ എനിക്ക് തോന്നുന്നു വിൻ്റർ സീസണിൽ അല്ലാണ്ട് പോലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. പക്ഷെ സമ്മർ സീസണിൽ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പം തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ പാടുള്ളൂ കേട്ടോ. കാരണം പുറത്തൊക്കെ പോകുമ്പോഴേക്കും ഈ സൺബേൺ ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ഇടാൻ നല്ലതാണ്. പക്ഷെ എന്നാൽ കൂടി നല്ല ചൂടാണ്. നല്ല എന്താ പറയുക, എ സി ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് നമുക്ക് ചൂടത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേർത്ത് വിളിക്കും കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല ഭംഗിയും നല്ല ഫിറ്റും. എനിക്കിതിൻ്റെ ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഷേപ്പ് തോന്നിക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു സ്വെറ്റ് ഷർട്ട്. അതുപോലെ തന്നെ ബാക്കൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ടീഷർട്ടിന്റെ ഈ സ്വെറ്റ് ഷർട്ടിന്റെ റേറ്റ് വന്നിട്ട് 539 റുപ്പീസ് ആണ്. ഇതിന്റെ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാം. എനിക്ക് ഈ നേവി ബ്ലൂ ടീഷർട്ട്സ് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബ്ലാക്ക് ഞാൻ മേടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്ലൂവിലേക്ക് മാറിയത് കേട്ടോ. ആൻഡ് എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു നെക്ക് പാറ്റേൺ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നമുക്ക് ക്യാപ്പ് ഇട്ടില്ലെങ്കിൽ നല്ല ഭംഗി തന്നെ നമ്മുടെ നെക്ക് കിടക്കുന്നില്ലേ എന്ന് വെച്ചാൽ ഭയങ്കര കുടുസായിട്ടല്ല, നല്ല സുഖമായിട്ട് തന്നെ കിടക്കുന്നത്. ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഇടാൻ തന്നെ നല്ല സുഖമുണ്ട്. നമ്മുടെ ദേഹത്ത് ഇങ്ങനെ എന്താ പറയുക, നല്ല ചൂട് തരുന്ന രീതിയിലുള്ള സ്വെറ്റ് ഷർട്ടാണ്. നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീഷർട്ടാണിത്, സ്വെറ്റ് ഷർട്ടാണിത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പ്രൊഡക്റ്റ്. ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് സ്പാർക്സിന്റെ സ്നീക്കേഴ്സ് ആണ് കേട്ടോ. എനിക്ക് സ്നീക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു വൈറ്റ് സ്നീക്കേഴ്സ് ഉണ്ട്. അപ്പം എനിക്ക് അത് കൂടാണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു ഗോൾഡൻ ഡീറ്റെയിലിങ്ങും ഒക്കെ വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിന്റെ റേറ്റ് വന്നിട്ട് 585 റുപ്പീസാണ്. സ്പാർക്സിന്റെ ഷൂ അത്രയും ഓഫറിൽ വന്നപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ അതെടുത്തിട്ടു. പിന്നെ ലേസാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, കാരണം സ്പാർക്സിന്റെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ വർക്ക് വന്നേക്കുന്നത്. ഇടാനും നല്ല കംഫോർട്ടബിൾ ആണ്. ഇതിന്റെ സൈസ് വന്നിട്ട് 40 ആണ്, 7 ആണ് സൈസ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഒരു സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആട്ടോ. ഈ 7 തന്നെ നിങ്ങൾക്ക് മേടിച്ചാൽ മതി. വേറെ കൂടുതലോ കുറവോ ഒന്നും മേടിക്കണ്ട. നമുക്ക് പക്കയാണ്, നമ്മളുടെ കാലിൽ നല്ല കറക്റ്റ് ഫിറ്റാണ്. ഒരു ആംഗിൾ സോക്സ് ഒക്കെ വെച്ച് പെയർ ചെയ്താൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ ഈ പ്രാവശ്യം ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചതിനെക്കാട്ടും റേറ്റ് കുറഞ്ഞായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ മേടിച്ച് നോക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്. ബൈ. ഭംഗിയുണ്ട്, പൊക്കോ. അതേട്ടോ വീഡിയോ എടുക്കണതിന്റെ ഇടയിൽ ഞാൻ സംസാരിക്കണേ. നീ പോസ്റ്റ് ചെയ്തപ്പോ ഞാൻ വന്നത് പുതിയ രീതിയിൽ ചേട്ടൻ മുടി വെട്ടി അത് കാണിക്കാൻ വന്നതാണ്. എന്താ എന്താ ഇഷ്ടമായ വെറൈറ്റി രീതിയിൽ വെട്ടിയത് തോന്നാം. ചേട്ടൻ വെറൈറ്റി പിടിക്കുക, വെറൈറ്റി പിടിക്കാൻ കൊള്ളാം. ഓക്കെ ഓക്കെ, ഇവിടെ റണ്ണിങ് ആണ് വീഡിയോ. ഞാൻ പോട്ടെ.
ഒരാള് വീഡിയോന്റെ ഇടയിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നു. ഡിസ്റ്റർബ് ചെയ്യാൻ വന്നല്ല, പുതിയ രീതിയിൽ മുടിയേറ്റം കാണിക്കാവുന്നതാ. എന്തായാലും കൊള്ളാം, അടിപൊളിയല്ലേ? നല്ല രസമായിട്ടുണ്ട്. വീഡിയോന്റെ ഇടയിൽ എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നത്. കാണിച്ചില്ലെങ്കിൽ സമാധാനം ഇല്ല. ഡോറിന്റെ ബാക്കിൽ വന്നിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ലല്ലോ.